വെൽക്കം ടു റോബോട്ട് വാല എഞ്ചിനീയർ. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ABB റോബോട്ട് സ്റ്റുഡിയോയുടെ ക്രാക്ക് കോഴ്സ് ആണ്. സോ ഡയറക്റ്റ് നമ്മൾ സോഫ്റ്റ്വെയറിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില റോബോട്ടിക് ഫണ്ടമെന്റൽ ടേംസ് ഉണ്ട്. അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളൊരു ഓൺ സൈറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ റോബോട്ട് ജോഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊന്നാമത്തെയാണ് റോബോട്ട് ആക്സിസ്, രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റം, TCP, റോബോട്ട് മോഷൻ ആൻഡ് ടൈപ്സ്, സ്പീഡ്, സോൺ ഡാറ്റ ആൻഡ് പേലോഡ്. ഇതാണ് ഫണ്ടമെന്റൽസ് ഓഫ് റോബോട്ട്. സോ ഇതിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ റോബോട്ട് ആക്സിസ് ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്താണ് റോബോട്ട് ആക്സിസ്? A single joint of the robot that can rotate or move, also called a joint or degree of freedom. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഷോൾഡർ നമുക്ക് നനക്കാൻ പറ്റുന്നില്ലേ? ഷോൾഡർ, അതുപോലെ കൈയുടെ മുട്ട്, അതുപോലെ wrist. അതേപോലെ 6 ആക്സിസ് റോബോട്ടിന് അതിന്റെ ഓരോ ജോയിന്റും നീക്കാൻ പറ്റും. എത്ര ഡിഗ്രി ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. അതായത് മൂവബിൾ റോബോട്ടിക്സ് പാർട്ടിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ 6 ആക്സിസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ജോയിന്റ് 1 ഇത് ആക്സിസ് ആണ്. ജോയിന്റ് 2, ജോയിന്റ് 3, ജോയിന്റ് 4, ജോയിന്റ് 5 ആൻഡ് ജോയിന്റ് 6. ഇതിനെ നമ്മുടെ ഹ്യൂമൻ ആം ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് ജോയിന്റ്സ് എന്ന് പറയുക. ഈ മൂവബിൾ പാർട്ടിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് കോർഡിനേറ്റ് സിസ്റ്റം. ABB ബേസ്ലി 4 ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസിലാണ് റോബോട്ട് മൂവ്മെന്റ് നമുക്ക് സാധ്യമാക്കുക. അതിലൊന്ന് എന്ന് പറയുന്നത് ബേസ്, വെയിൽഡ്, ടൂള്, വർക്ക് ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ബേസ് ഫ്രെയിം എന്ന് പറയുന്നത് എന്താണെന്ന്, ഫിക്സ്ഡ് ടു റോബോട്ട് ബേസ്, അതായത് റോബോട്ടിന്റെ ജോയിന്റ് ഒന്നിൽ സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് ബേസ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, വെയിൽഡ് ഫ്രെയിം എന്ന് പറയുന്നത് മാസ്റ്റർ റെഫറൻസ് ഓഫ് ദി വോൾ റോബോട്ട് സെൽ. ഓൾ അതർ ഫ്രെയിംസ് ആർ ഡിഫൈൻഡ് റിലേറ്റീവ് ടു വെയിൽഡ് ഫ്രെയിം. അതായത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം, യൂസറിന്റെ ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഒരു റോബോട്ടിന്റെ സെൽ ഉണ്ടെങ്കിൽ റോബോട്ടിന്റെ സെല്ലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് വെയിൽഡ് ഫ്രെയിം. ഇനി ടൂൾ ഫ്രെയിം, അതായത് ഓരോ റോബോട്ടിനും ഓരോ ടൂൾ ഉണ്ടായിരിക്കുമല്ലോ, എൻഡ് എഫക്റ്റർ ഉണ്ടായിരിക്കുമല്ലോ. അതിന്റെ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ടിപ്പിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ടൂൾ ഫ്രെയിം അല്ലെങ്കിൽ TCP എന്ന് പറയുന്നത്. രണ്ട് വർക്ക് ഒബ്ജക്റ്റ്. ഇപ്പോൾ നിങ്ങൾ ഓരോ റോബോട്ടിക് സെൽ നോക്കുകയാണെങ്കിൽ റോബോട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും, ഒരു വർക്ക് ഒബ്ജക്റ്റ് അതിനുണ്ടായിരിക്കും. റോബോട്ട് എവിടെയാണോ അതിന്റെ എൻഡ് എഫക്റ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ വർക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു വർക്ക് ഒബ്ജക്റ്റില് നമുക്ക് XYZ ആക്സിസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസിക് പിക്ചേഴ്സ് വരുന്നത്. ഇപ്പോൾ വർക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ, റോബോട്ട് ഇവിടെ ഒരു പെല്ലറ്റ് ടൈപ്പിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും XYZ. സോ ഈ XYZ കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റോബോട്ടിന്റെ എല്ലാ മൂവ്മെന്റ്സും ഉണ്ടായിരിക്കുക. രണ്ട് TCP അല്ലെങ്കിൽ ടൂൾ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടോ, റോബോട്ടിന്റെ ടൂളിന്റെ അറ്റത്ത് ഏറ്റവും ടിപ്പില് സെൻട്രലായിട്ടായിരിക്കും ഈ TCP ഉണ്ടായിരിക്കുക. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. റോബോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ട്സിലോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി വേൾഡ് കണ്ടോ, റോബോട്ട് ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തെ അടിസ്ഥാനമാക്കി നമ്മൾ XYZ ആക്സിസ് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, റോബോട്ട് കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റോബോട്ട് ബേസ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഡിഫൈൻഡ് ആയിരിക്കും. അതായത് ഫാക്ടറി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണ് ബേസ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കില്ല. ഓക്കെ, നമ്മുടെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് TCP അല്ലെങ്കിൽ ടൂൾ സെന്റർ പോയിന്റ്. സോ നിങ്ങളിത് റോബോട്ടിക്സ് ഫീൽഡിലോട്ട് കടന്നു വന്നാൽ, അതായത് ABB ആയിക്കോട്ടെ, കുക്കി ആയിക്കോട്ടെ, ഫനുക്ക് ആയിട്ട് അല്ലെങ്കിൽ മറ്റേത് റോബോട്ട് ആയാലും TCP മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അത് റോബോട്ട് പ്രോഗ്രാമിങ്ങിൽ, അതായത് റോബോട്ട് പ്രോഗ്രാം അതുപോലെ റോബോട്ട് ജോഗിങ് എല്ലാതും TCP ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ TCP ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം,
നമ്മുടെ റോബോട്ടിന് അറിയില്ലല്ലോ. നമ്മളൊരു ടൂള് റോബോട്ടിന് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ റോബോട്ടിന് അറിയില്ല ടൂളിന്റെ ലെങ്ത് എത്രയാണ്, അതിന്റെ മാസ് എത്രയാണ്, അതിന്റെ വെയിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് എവിടെയാണ് വരുന്നത്. സോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് റോബോട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. നമ്മുടെ റോബോട്ടിന്റെ ടൂളിന്റെ ലെങ്ത് ഇത്രയാണെന്ന്. 10 സെന്റിമീറ്റർ ആണെങ്കിൽ 10 സെന്റിമീറ്ററിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മളിവിടെ XYZ കോർഡിനേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പൊ റോബോട്ടിന് മനസ്സിലാകും റോബോട്ടിന്റെ എൻഡ് ഇപ്പോൾ ഈ ടൂളിന്റെ എൻഡിലാണെന്ന്. മനസ്സിലായോ? മുമ്പ് ഇവിടെയായിരുന്നു റോബോട്ടിന്റെ 6th ആക്സിസിലായിരുന്നു ഈ കോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ റോബോട്ടിന്റെ ടൂളിന്റെ എൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് നമ്മളിവിടെ കോർഡിനേറ്റ് സിസ്റ്റം നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ടൂൾ കോർഡിനേറ്റ് സിസ്റ്റം. സോ ആ ടൂൾ കോർഡിനേറ്റ് സിസ്റ്റം ബേസിക്കലി അത് വർക്ക് ചെയ്യുന്നത് TCP യൂസ് ചെയ്തിട്ടാണ്. TCPയിൽ നമ്മൾ XYZ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ ഡിഫൈൻ ചെയ്തതിന്റെ ബേസിലാണ് ടൂൾ കോർഡിനേറ്റ് സിസ്റ്റം വർക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിത് കൂടുതൽ ഡീപ്പറായിട്ട് പോകുന്നത് സോഫ്റ്റ്വെയറിലായിരിക്കും. ഇപ്പോൾ ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ പേരുകൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് റോബോട്ടിന്റെ മോഷൻ. സോ നമ്മുടെ റോബോട്ട് പല രീതിയിലാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് റോബോട്ടിന്റെ ഓരോ മിനിറ്റ്, അതായത് ഒരു പോയിന്റ് A ടു പോയിന്റ് B എന്ന് പറയുന്നതിന് നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് മൂവ്മെന്റ് നടത്തുന്ന രീതികളുണ്ട്. അതിൽ ഒന്നാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ജോയിന്റ്, രണ്ടാമത്തെ ലീനിയർ, പിന്നെ സർക്കുലർ. ജോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആക്സിസ് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഓരോ ജോയിന്റ് 1 തൊട്ടിട്ട് 6 വരെ പറഞ്ഞില്ലേ, ഓരോ ജോയിന്റും റൊട്ടേറ്റ് ചെയ്ത് റോബോട്ടിന്റെ എൻഡ് എഫക്ടർ നീങ്ങുന്നതിനെയാണ് നമ്മൾ ജോയിന്റ് മോഷൻ എന്ന് പറയുക. ലീനിയർ എന്ന് പറയുമ്പോൾ TCP ബേസ് ചെയ്തിട്ടായിരിക്കും റോബോട്ട് നീങ്ങുക. അത് പോയിന്റ് A ടു പോയിന്റ് B, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ജോയിന്റ് മോഷനിൽ അത് ഫാസ്റ്റസ്റ്റ് റൂട്ട് ആയിരിക്കും. സർക്കുലർ എന്ന് പറയുന്നത് നോർമലി ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു ആർക്ക് ഷേപ്പ് ഓഫ് മൂവ്മെന്റ്. ഓക്കെ, എവിടെയുണ്ട് മൂജെ എന്ന് പറയുന്നത് ജോയിന്റ് മോഷൻ ആണ്. ഇതിലെന്താ സംഭവിക്കുക, 6 ജോയിന്റും മ്യൂച്വലി റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി തിരിഞ്ഞിട്ടാണ് റോബോട്ടിന്റെ മോഷൻ നടക്കുക. ഫാസ്റ്റസ്റ്റ് പാത്താണ് റോബോട്ട് ടേക്സ് എനി റൂട്ട് ആക്സിസ് മൂവ് സൈമിൾട്ടേനിയസ്ലി. അതായത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല റോബോട്ടിന്റെ മൂവ്മെന്റ്. ഓക്കെ, അതായത് ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുക മോസ്റ്റ് സേഫ് ആയിട്ടുള്ള ലൊക്കേഷനുകളിലും അതുപോലെ റോബോട്ടിന്റെ സൈക്കിൾ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നതാണ് മൂജെ പി ഹോം V1000 Z50 T വെൽഡ് ബാർ വർക്ക് ഒബ്ജക്ട് J = W സ്റ്റേഷൻ. ഇതാണ് ABB റോബോ സ്റ്റുഡിയോയുടെ റാപ്പിഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾസ്. ഓക്കെ, ഇതെന്താണെന്നും എങ്ങനെയാണെന്നും നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, മൂവൽ എന്ന് പറയുന്നത് പോയിന്റ് A ടു പോയിന്റ് B സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. ക്ലിയർ അല്ലേ? മൂവ് C എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ആണ്. TCP ട്രേസസ് എ സർക്കുലർ ആർക്ക് ത്രൂ 3 പോയിന്റ്സ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. ജോയിന്റ് മോഷൻ എന്ന് പറയുമ്പോൾ റോബോട്ട് മൂവ്മെന്റ് ചെയ്യുന്നു. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. റോബോട്ടിന് മേ ബി ഒരു കർവ് ആയിട്ട് പോവാം, മേ ബി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. ഓക്കെ, ഇത് റോബോ സ്റ്റുഡിയോ ചെയ്യുമ്പോൾ സിമുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ലീനിയർ മോഷന്റെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. പോയിന്റ് A ടു പോയിന്റ് B ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആർക്ക് മോഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ മൂവ് C വെച്ച് ചെയ്യുന്ന നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ഇങ്ങനൊരു ആർക്ക് ഷേപ്പിലായിരിക്കും മൂവ്മെന്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ട ഇൻസ്ട്രക്ഷനിലെ കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ ഉണ്ടോ മൂവൽ P1 V200 Z10 ടൂൾ 1. ഇതെല്ലാം എന്താ എന്ന് ഞാൻ പറഞ്ഞുതരാം. മൂവൽ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ആണ്, അതായത് മൂവ് ഇൻ ലീനിയർ. ഓക്കെ, അതിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ സിൻടാക്സ് ആണ് മൂവൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? P1 എന്ന് പറയുന്നത് നമ്മുടെ റോപ്പ് ടാർഗറ്റ് ആണ്. റോപ്പ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അത് നിങ്ങളുടെ ഓരോ പോയിന്റിനും, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പോയിന്റ് A എന്ന് പറയുന്നതിന് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റോപ്പ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പോയിന്റിനെയാണ് അല്ലെങ്കിൽ പോയിന്റ് നമ്പർ 1നെയാണ് P1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. V200 എന്ന് പറയുന്നത് സ്പീഡാണ്, ഇതിനെയാണ് വെലോസിറ്റി.
സെഡ് എന്ന് പറയുന്നത് സോൺ ഡാറ്റയാണ്. ടൂൾ 1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടൂൾ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ TCP ആണ്. ഓക്കെ, ഇതിനപ്പുറത്ത് ഒരു WBG എന്ന് വരും, അത് വർക്ക് ഒബ്ജക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? V5 ഇവിടെ കാണാം 5 mm/s, വെരി സ്ലോ ആണ്, കാലിബ്രേഷനും ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. അതുപോലെ Vmax റോബോട്ടിന്റെ മാക്സിമം സ്പീഡ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റി 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 ഉപയോഗിക്കാം. 5 ഇടാം, 10 ഇടാം, അത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്. ഓക്കെ, ഇനി സോൺ ഡാറ്റ. സോൺ ഡാറ്റ എന്ന് പറയുന്നതും നിങ്ങൾക്ക് ഒരു 3 പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ മൂന്നാമത്തെ പോയിന്റിനെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ, അതായത് റോബോട്ടിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് സോൺ ഡാറ്റ. ഓക്കെ, ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ഓക്കെ, Z50 എന്ന് പറയുന്നതാണ്. ഓക്കെ, Z50 എന്ന് പറയുന്നതാണ് ഈ സോൺ ഡാറ്റ നമ്മൾ സിൻടാക്സിൽ ഡിഫൈൻ ചെയ്യാം. കണ്ടോ, P1, P2, P3. ഓക്കെ, ഫൈൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ സിൻടാക്സിൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റോബോട്ട് P1 സ്റ്റാർട്ട് ചെയ്ത് P2 എക്സാക്റ്റ് ആയിട്ട് പോകുന്നു, P3 പോകുന്നു. ഓക്കെ, Z50 എന്ന് നമ്മൾ കൊടുത്താലോ 50 mm കോർണർ സോൺ വരുന്നു. ഓക്കെ, ഫ്ലൈ ബൈ, അതായത് ഇത് സ്കിപ്പ് ചെയ്ത് പോകും. ഓക്കെ, P1 വരുന്നു, P2 എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, റേഡിയസ് 50 ആയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന് ടാൻജൻഷ്യൽ ആയിട്ട് റോബോട്ട് ഒരു കർവ് പാത്ത് യൂസ് ചെയ്ത് P3 പോകുന്നു. ഇതിനെയാണ് സോൺ ഡാറ്റ എന്ന് പറയുക, അല്ലെങ്കിൽ Z50 സെഡ് ഡാറ്റ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇത് മോസ്റ്റ്ലി സൈക്കിൾ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു മൊഡ്യൂളിൽ നോക്കിയത് റോബോട്ടിന്റെ ആക്സിസ് എന്താണെന്ന് നോക്കി, കോർഡിനേറ്റ് സിസ്റ്റം നോക്കി, TCP ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. മോഷൻ ടൈപ്സ് മെയിൻലി റാപ്പിഡിൽ ഉപയോഗിക്കുന്നത് മൂവ്, മൂവൽ, മൂവ്സി ആണ്. ഇനിയും നിറയെ മോഷൻ ടൈപ്സ് ഉണ്ട്, നമ്മൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, മൂവ് എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് പാത്ത് എന്ന് പറയുന്നു. മൂവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ, മൂവ് സി എന്ന് പറയുന്നത് ഒരു സർക്കുലർ ആർക്കാന്ന് നമുക്ക് പഠിക്കുന്നു. ഓക്കെ, സ്പീഡ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും, സോൺ ഡാറ്റയും പേലോഡ് എന്ന് പറയുന്നത് റോബോട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡാണ്. ഓക്കെ, പേലോഡ് ഈസ് ഇക്വൽ ടു മാക്സിമം ടൂൾ പ്ലസ് പാർട്ട് വെയിറ്റ് ഓഫ് ദി റോബോട്ട് വിച്ച് ക്യാൻ ഹാൻഡിൽ ഇറ്റ് സേഫ്റ്റി. ഓക്കെ, സോ റോബോട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡിനെയാണ് അല്ലെങ്കിൽ വെയിറ്റിനെയാണ് നമ്മൾ പേലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.